എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ ശമ്പളമുള്ള വീട്ടമ്മ എന്ന കഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 2. മുടങ്ങിപ്പോയ നിശ്ചയം. തിങ്കളാഴ്ച പുലർച്ചെ 5:30 അലാം അടിക്കുന്നതിന് മുൻപേ അഞ്ജലി ഉണർന്നു. തലേദിവസം പ്രവീണിന്റെ വീട്ടിൽ പോയി അച്ചാർ ഭരണികൾക്കും എണ്ണപ്പലഹാരങ്ങൾക്കുമിടയിൽ ചിലവഴിച്ച സമയം അവളുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തളർത്തിയിരുന്നു. കണ്ണിന് താഴെ കറുത്ത പാടുകൾ വീണു തുടങ്ങിയിരിക്കുന്നു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ തോന്നി. ബാങ്കിലെ ആത്മവിശ്വാസമുള്ള അസിസ്റ്റന്റ് മാനേജറാണോ അതോ പ്രവീണിന്റെ വീട്ടിലെ ഒരു ട്രയൽ റൺ വേലക്കാരിയാണോ താൻ എന്ന ചോദ്യം അവളെ അസ്വസ്ഥയാക്കി. അന്ന് ബാങ്കിൽ വർഷാവസാനത്തെ ഓഡിറ്റിന്റെ ആദ്യ ദിവസമാണ്. ഓരോ ഫയലും കൃത്യമായിരിക്കണം. ഓരോ നയാ പൈസയുടെ കണക്കും ബോധ്യപ്പെടുത്തണം. രാവിലെ 8 മണിക്ക് തന്നെ ഓഫീസിൽ എത്തേണ്ടതുണ്ട്. അഞ്ജലി വേഗം റെഡിയായി അടുക്കളയിലേക്ക് ചെന്നു. അമ്മ അവിടെ തിരക്കിലായിരുന്നു. മോളെ, ഇന്ന് കല്യാണ നിശ്ചയത്തിനുള്ള സാരി എടുക്കാൻ പോകണമെന്ന് പ്രവീണിന്റെ അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു. 10 മണിക്ക് അവർ ഷോറൂമിലെത്തും. നീ നേരത്തെ ഇറങ്ങില്ലേ? അമ്മ ചോദിച്ചു. അഞ്ജലി തന്റെ ബാഗ് ചുമലിലിട്ടുകൊണ്ട് പറഞ്ഞു. അമ്മേ, ഇന്ന് ഓഡിറ്റ് തുടങ്ങുകയാണ്. എനിക്ക് 10 മണിക്ക് പോകാൻ പറ്റില്ല. വൈകുന്നേരം പോകാമെന്ന് ഞാൻ പ്രവീണിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 10 മണിയായപ്പോൾ അഞ്ജലിയുടെ ഫോൺ നിർത്താതെ ശബ്ദിക്കാൻ തുടങ്ങി. പ്രവീണാണ്. അപ്പോൾ അവൾ ഒരു പ്രധാനപ്പെട്ട ലോൺ ഫയൽ വെരിഫൈ ചെയ്യുകയായിരുന്നു. ഹലോ പ്രവീൺ, ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ വരാൻ പറ്റില്ലെന്ന്. ഓഡിറ്റേഴ്സ് വന്നിട്ടുണ്ട്. മറുതലയ്ക്കൽ പ്രവീണിന്റെ ശബ്ദം ഒരു ശാസന പോലെയായിരുന്നു. അഞ്ജലി, എല്ലാവരും ഇവിടെ ഷോറൂമിൽ കാത്തിരിക്കുകയാണ്. എന്റെ ബിസിനസ് പാർട്ട്ണർ സുരേഷും ഭാര്യയും ഇവിടെയുണ്ട്. അവരോട് ഞാൻ പറഞ്ഞത് എന്റെ വൈഫ് ഒരു ബാങ്ക് ഓഫീസറാണെന്നാണ്. നീ വന്നില്ലെങ്കിൽ എന്റെ സ്റ്റാറ്റസ് എന്താകും? നിന്റെ ഈ ബാങ്ക് പണി എന്നും ഉള്ളതല്ലേ? വേഗം ഇറങ്ങൂ. 1 മണിക്കൂർ വൈകിയാൽ ആകാശം ഇടിഞ്ഞു വീഴില്ല. അഞ്ജലിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പ്രവീൺ, ഇത് പണിയല്ല, ഇതെന്റെ ഉത്തരവാദിത്തമാണ്. നിന്റെ സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഷോകേസ് പാവയല്ല ഞാൻ. എനിക്ക് വരാൻ കഴിയില്ല. ഫോൺ കട്ട് ചെയ്തെങ്കിലും അഞ്ജലിയുടെ ശ്രദ്ധ പാളി. 1 മണിക്കൂറിന് ശേഷം പ്രവീൺ നേരിട്ട് ബാങ്കിലെത്തി. ബാങ്കിന്റെ കൗണ്ടറുകൾക്കിടയിലൂടെ ദേഷ്യത്തോടെ നടന്നുവരുന്ന പ്രവീണിനെ കണ്ടപ്പോൾ അഞ്ജലി ഞെട്ടിപ്പോയി. സഹപ്രവർത്തകരെല്ലാം അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അഞ്ജലി, പുറത്തേക്ക് വാ, പ്രവീൺ കമാൻഡ് ചെയ്തു. ബാങ്കിന് പുറത്തെ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് പ്രവീൺ പൊട്ടിത്തെറിച്ചു. നീ എന്താ വിചാരിച്ചേ? നിന്നെ കാത്ത് എന്റെ അമ്മയും പെങ്ങളും അവിടെ നിൽക്കണോ? നിനക്ക് ഇത്ര വലിയ അഹങ്കാരം വരാൻ പാടില്ല. നിന്റെ ഈ ജോലി, നിന്റെ ഈ ശമ്പളം, ഇതെല്ലാം ഞാൻ അനുവദിക്കുന്നത് കൊണ്ടാണ് നീ അനുഭവിക്കുന്നത്. നീ ജോലിക്ക് പോകുന്നത് എന്റെ അനുവാദം കൊണ്ടാണ് എന്ന് നീ മറക്കരുത്. നിനക്ക് ശമ്പളം കിട്ടുന്നത് എന്റെ കരുണ കൊണ്ടാണ്. ആ വാചകം ഒരു ഇടിമിന്നൽ പോലെ അഞ്ജലിയുടെ ഉള്ളിൽ പതിച്ചു. അനുവാദം, കരുണ. അവൾ കഷ്ടപ്പെട്ട് പഠിച്ചതും രാത്രിയിരുന്ന് പരീക്ഷകൾ എഴുതിയതും ഇന്റർവ്യൂകളിൽ പങ്കെടുത്ത് ഈ പദവി നേടിയതും പ്രവീണിന്റെ അനുവാദം വാങ്ങാനായിരുന്നോ? അഞ്ജലി പ്രവീണിന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു, പക്ഷേ വാക്കുകളിൽ ഉറപ്പുണ്ടായിരുന്നു. എന്റെ അനുവാദം? പ്രവീൺ, നീ ആരാണ് എനിക്ക് അനുവാദം നൽകാൻ? ഞാൻ പഠിച്ചത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും കഷ്ടപ്പാടുകൊണ്ടാണ്. ഞാൻ ജോലി നേടിയത് എന്റെ കഴിവും അധ്വാനവും കൊണ്ടാണ്. നിന്റെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു ടൂളല്ല എന്റെ കരിയർ. നിന്റെ അമ്മയുടെ അടുക്കളയിൽ അച്ചാർ ഭരണികൾ കഴുകാനല്ല ഞാൻ ഇത്രയും വലിയ പദവി നേടിയത്. പ്രവീൺ പരിഹാസത്തോടെ ചിരിച്ചു. ഒരു പെണ്ണ് അധികം പഠിച്ചാൽ ഇങ്ങനെയൊക്കെ തോന്നും. നീ ബാങ്ക് ഓഫീസർ ആയിരിക്കാം, പക്ഷെ കല്യാണം കഴിഞ്ഞാൽ എന്റെ വീടിനുള്ളിൽ നീ ഒരു വീട്ടമ്മ മാത്രമാണ്. ആ വീട്ടമ്മയ്ക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ നൽകുന്ന ഔദാര്യമാണ്. ഒന്നുകിൽ നീ ഇപ്പോൾ എന്റെ കൂടെ ഷോപ്പിങ്ങിന് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ നിശ്ചയം ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അഞ്ജലി തന്റെ ID കാർഡിലേക്ക് നോക്കി. അതിൽ അവളുടെ പേരും പദവിയും തിളങ്ങുന്നുണ്ട്. അവൾക്ക് ചുറ്റും ബാങ്കിന്റെ തിരക്കും ശബ്ദങ്ങളും. ആ നിമിഷം അവൾ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. തന്റെ കരിയർ എന്നത് വെറുമൊരു പണമല്ല, അത് അവളുടെ ആത്മാഭിമാനമാണ്. പ്രവീണിന്റെ ശമ്പളമുള്ള വീട്ടമ്മ എന്ന കോൺസെപ്റ്റ് അവളുടെ വ്യക്തിത്വത്തെ കൊന്നുകളയുന്ന ഒരു ചതിക്കുഴിയാണ്. പ്രവീൺ, നിന്റെ സ്റ്റാറ്റസിന് ചേരുന്ന ഒരു ഷോ പീസ് ഭാര്യയെ നീ വേറെ എവിടെയെങ്കിലും തിരയണം. നിന്റെ അനുവാദമില്ലാതെ എനിക്ക് ശ്വസിക്കാൻ പോലും കഴിയില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തിക്കോളൂ. എന്റെ കരിയർ നിന്റെ ദാനമല്ല. അഞ്ജലി തിരിഞ്ഞു നടന്നു. പ്രവീൺ പിന്നിൽ നിന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ബാങ്കിലെ തണുപ്പുള്ള AC-യിലും അവൾ വിയർക്കുന്നുണ്ടായിരുന്നു. സീറ്റിൽ വന്നിരുന്ന അവൾ തന്റെ ലാപ്ടോപ്പ് തുറന്നു. സ്ക്രീനിലെ അക്കങ്ങൾ അവളോട് സംസാരിക്കാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം അവൾ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ സദാനന്ദൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടു. പ്രവീൺ വീട്ടിൽ വിളിച്ച് പരാതി പറഞ്ഞിരിക്കുന്നു. മോളെ, എന്തിനായിരുന്നു ഇത്ര വാശി? ഒരു ദിവസം ലീവ് എടുത്താൽ എന്തായിരുന്നു? അച്ഛൻ ചോദിച്ചു. അഞ്ജലി അച്ഛന്റെ അരികിലിരുന്നു. അച്ഛ, ഇത് ഒരു ദിവസത്തെ ലീവിന്റെ പ്രശ്നമല്ല. ഇത് എന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. പ്രവീണിന് വേണ്ടത് എന്നെയല്ല, എന്റെ പദവിയെയാണ്. വീടിനുള്ളിൽ എന്നെ ഒരു അടിമയാക്കി വെക്കാൻ അവൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അച്ഛൻ പഠിപ്പിച്ചത് ആരുടെയും മുന്നിൽ കൈ നീട്ടരുത് എന്നല്ലേ?
പ്രവീണിന്റെ മുന്നിൽ എന്റെ ആത്മാഭിമാനം പണയപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അഞ്ജലി തന്റെ ഡയറി തുറന്നു. അതിൽ അവൾ വലിയ അക്ഷരത്തിൽ എഴുതി, മൈ കരിയർ ഈസ് മൈ ഐഡന്റിറ്റി, നോട്ട് എ സ്റ്റേറ്റസ് സിമ്പിൾ ഫോർ സമൺ എൽസ്. വിവാഹ നിശ്ചയത്തിന് ഇനി വെറും 2 ദിവസമേയുള്ളൂ. പന്തൽ ഒരുങ്ങിക്കഴിഞ്ഞു. ബന്ധുക്കൾ എത്തിത്തുടങ്ങി. പക്ഷേ അഞ്ജലിയുടെ ഉള്ളിൽ പുകയുന്ന ആ അഗ്നി പടർന്നു പന്തലിക്കാൻ തുടങ്ങുകയായിരുന്നു. പ്രവീണിന്റെ ആജ്ഞകൾക്കും അനുവാദങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാത്ത ഒരു പെൺകുട്ടിയുടെ ഉദയമായിരുന്നു അത്. ആലപ്പുഴയിലെ ആ തറവാട് വീടിനു മുന്നിൽ വലിയൊരു പന്തൽ ഉയർന്നു കഴിഞ്ഞു. വെളുത്ത തുണികളും മഞ്ഞപ്പൂക്കളും കൊണ്ട് അലങ്കരിച്ച ആ പന്തൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ അതീവ മനോഹരമായിരുന്നു. ബന്ധുക്കളുടെയും അയൽക്കാരുടെയും സംസാരവും ചിരിയും കൊണ്ട് വീട് നിറഞ്ഞു കവിഞ്ഞു. അടുക്കളയിൽ നിന്ന് സദ്യയുടെ മണം ഒഴുകി വരുന്നു. പക്ഷേ ആ ആൾക്കൂട്ടത്തിനിടയിലും അഞ്ജലിയുടെ മനസ്സ് ഒരു വലിയ ശ്മശാനത്തിലെന്ന പോലെ ശാന്തമായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഉറക്കമില്ലാത്ത രാത്രികളുടെ ക്ഷീണമുണ്ടായിരുന്നു. ഉള്ളിൽ പുകയുന്ന അഗ്നിയുണ്ടായിരുന്നു. അഞ്ജലി തന്റെ മുറിയിലിരുന്നു കൊണ്ട് ജനാലയിലൂടെ പുറത്തെ തിരക്കിലേക്ക് നോക്കി. അച്ഛൻ സദാനന്ദൻ ഓട്ടി നടന്ന കാര്യങ്ങൾ നോക്കുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് തന്റെ മകളെ സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കുന്നതിന്റെ ആശ്വാസമായിരുന്നു. പക്ഷേ ആ കൈകൾ തന്നെ ശ്വാസം മുട്ടിക്കാൻ പോകുന്ന ചങ്ങലകളാണെന്ന് അച്ഛൻ അറിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അഞ്ജലിയുടെ നെഞ്ച് വിങ്ങി. 11 മണിയായപ്പോൾ പ്രവീണും കുടുംബവും എത്തി. പ്രവീൺ ഒരു വെളുത്ത സിൽക്ക് കുർത്തയാണ് ധരിച്ചിരിക്കുന്നത്. ആ മുഖത്ത് ഒരു വിജയിയുടെ ഭാവമായിരുന്നു. തന്നെ മാനസികമായി തളർത്തിയിട്ടും താൻ നിശ്ചയത്തിന് സമ്മതിച്ചു എന്ന അവന്റെ ആത്മവിശ്വാസം ആ ചിരിയിലുണ്ടായിരുന്നു. നിശ്ചയത്തിന്റെ ചടങ്ങുകൾ തുടങ്ങാൻ സമയമായി. അഞ്ജലി ചുവന്ന പട്ടുസാരിയുടുത്ത് താഴേക്ക് വന്നു. അവളുടെ സൗന്ദര്യം കണ്ട് എല്ലാവരും പ്രശംസിച്ചു. പക്ഷേ ആ പട്ടുസാരിക്കുള്ളിൽ അവൾക്ക് വല്ലാത്തൊരു ചൂട് അനുഭവപ്പെട്ടു. ചടങ്ങ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് പ്രവീൺ പതുക്കെ അഞ്ജലിയുടെ അരികിലെത്തി. അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു, അഞ്ജലി, നിനക്കിപ്പോൾ മനസ്സിലായോ? എന്റെ വാക്കിന് മുകളിൽ നിനക്കൊരു തീരുമാനമില്ലെന്ന്. ഈ സാരി എങ്ങനെയുണ്ട്? എന്റെ സെലക്ഷനാണ്. നീ ബാങ്കിൽ പോകുന്നതും ഇതേപോലെ ഞാൻ പറയുന്ന സാരിയുടുത്ത് മാത്രമായിരിക്കണം. നിന്റെ ശമ്പളത്തിന്റെ കാര്യം ഞാൻ ബാങ്കിലെ മാനേജറുമായി സംസാരിച്ചിട്ടുണ്ട്. ഇനി മുതൽ അത് ജോയിന്റ് അക്കൗണ്ടിലേക്ക് വരും. നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അഞ്ജലി ഒന്ന് ഞെട്ടി. ജോയിന്റ് അക്കൗണ്ട്, തന്റെ അധ്വാനം, തന്റെ വിയർപ്പ്, അതിനുമേൽ പോലും പ്രവീൺ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൾ ആ കൈകൾ വിറയ്ക്കുന്നത് പുറത്തു കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു. മുഹൂർത്തമായി. മോതിരം മാറാനുള്ള സമയം. സദസ്സിൽ വലിയ നിശബ്ദത. പ്രവീൺ അവളുടെ വിരലിലേക്ക് മോതിരം അണിയിക്കാൻ കൈനീട്ടി. അപ്രതീക്ഷിതമായി അഞ്ജലി തന്റെ കൈ പിന്നിലേക്ക് മാറ്റി. ഹാളിൽ ഇരുന്നവരെല്ലാം സ്തംഭിച്ചുപോയി. അച്ഛൻ സദാനന്ദൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്താ ഇത്? അദ്ദേഹം പരിഭ്രമത്തോടെ ചോദിച്ചു. അഞ്ജലി പതുക്കെ എഴുന്നേറ്റ് നിന്നു. അവളുടെ ശബ്ദം ഹാളിൽ മുഴങ്ങിക്കേട്ടു. എനിക്ക് ഈ വിവാഹ നിശ്ചയം നടത്താൻ താല്പര്യമില്ല. എനിക്ക് ഈ മനുഷ്യനെ വിവാഹം കഴിക്കാൻ കഴിയില്ല. പ്രവീണിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അഞ്ജലി, നീ എന്തായി കാണിക്കുന്നത്? എല്ലാവരുടെയും മുന്നിൽ എന്നെ നാണം കെടുത്താനാണോ നിന്റെ പ്ലാൻ? അഞ്ജലി ചിരിച്ചില്ല. അവൾ ശാന്തമായി പറഞ്ഞു, പ്രവീൺ, എന്നെ നാണം കെടുത്താൻ നിന്റെ ഈ സ്റ്റാറ്റസ് എന്ന വാക്ക് തന്നെ മതി. നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല വിവാഹം കഴിക്കുന്നത്. നിന്റെ ബിസിനസ് സർക്കിളിൽ ഷൈൻ ചെയ്യാൻ ഒരു ബാങ്ക് ഓഫീസർ ഭാര്യ വേണം. വീട്ടിനുള്ളിൽ നിനക്ക് പണിയെടുക്കാൻ ശമ്പളമില്ലാത്ത ഒരു വീട്ടമ്മയും വേണം. എന്റെ ശമ്പളത്തിനു മേൽ നീ ഇതിനോടകം അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞു. എന്റെ കരിയർ നിന്റെ അനുവാദം കൊണ്ടാണ് എന്ന് നീ പറഞ്ഞ ആ നിമിഷം ഈ ബന്ധം അവസാനിച്ചതാണ്. പ്രവീൺ പരിഹാസത്തോടെ ചുറ്റുമുള്ളവരെ നോക്കി. കണ്ടോ, ഇതൊക്കെയാണ് പെണ്ണുങ്ങളെ കൂടുതൽ പഠിപ്പിച്ചാലുള്ള കുഴപ്പം. ഇത്രയും വലിയൊരു ചടങ്ങിനിടയിൽ അഹങ്കാരം കാണിക്കുന്ന ഇവളെ ആര് കെട്ടാനാണ്? സദാനന്ദ സാറേ, നിങ്ങളുടെ മകൾക്ക് വിവേകമില്ല. അച്ഛൻ സദാനന്ദൻ അഞ്ജലിയുടെ അരികിലെത്തി. അദ്ദേഹത്തിന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മോളെ, നമ്മൾ എന്ത് മറുപടി പറയും നാട്ടുകാരോട്? നമ്മുടെ കുടുംബത്തിന്റെ മാനം. അഞ്ജലി അച്ഛന്റെ കൈകൾ ചേർത്ത് പിടിച്ചു. എന്റെ മാനം പോകുന്നത് ഈ ചങ്ങലയിൽ വീഴുമ്പോഴാണ്. അച്ഛൻ എന്നെ പഠിപ്പിച്ചത് ആരുടെയും മുന്നിൽ കൈ നീട്ടരുത് എന്നല്ലേ? പ്രവീണിന്റെ കൂടെ ജീവിക്കുമ്പോൾ എനിക്ക് ഓരോ രൂപയ്ക്കും അവന്റെ അനുവാദം വേണം. അത് അച്ഛന്റെ മകൾക്ക് കഴിയില്ല. ഈ പന്തൽ അഴിച്ചു മാറ്റുന്നത് കൊണ്ട് ആരും മരിക്കില്ല അച്ഛാ. പക്ഷെ ഈ ബന്ധത്തിൽ പെട്ടുപോയാൽ ഞാൻ ഓരോ ദിവസവും മരിക്കും. അഞ്ജലി മോതിരം പ്രവീണിന് നേരെ എറിഞ്ഞു. നിനക്ക് വേണ്ടത് ഒരു മോഡലിനെയാണ് പ്രവീൺ. നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ആടുന്ന ഒരു പാവയെ. അത് ഞാനല്ല. എന്റെ സ്വപ്നങ്ങൾ വിൽപ്പനയ്ക്കുള്ളതല്ല. പ്രവീണും കുടുംബവും ഇറങ്ങിപ്പോയി. ഹാളിൽ ബന്ധുക്കളുടെ അടക്കം പറച്ചിലുകൾ ഉയർന്നു. അഹങ്കാരി, ഇവൾക്കിനി ആര് വരാനാണ്? ഇതൊക്കെ ഈ കാലത്തിന്റെ ദോഷമാണ് എന്നൊക്കെ അവർ വിളിച്ചു പറഞ്ഞു. അഞ്ജലി ഒന്നും കേട്ടില്ല. അവൾ നേരെ മുകളിലെ തന്റെ മുറിയിലേക്ക് നടന്നു. പന്തൽ അഴിച്ചു മാറ്റാൻ അച്ഛൻ ജോലിക്കാരോട് പറഞ്ഞു. ഓരോ മുളയും ഓരോ കമ്പ് തുണിയും താഴെ വീഴുമ്പോൾ അഞ്ജലിക്ക് ഭാരമിറക്കി വെച്ചതുപോലെ തോന്നി. അവൾ തന്റെ പഴയ ബാങ്ക് യൂണിഫോം പുറത്തെടുത്തു. ആ രാത്രി അവൾ തന്റെ ഡയറിയിൽ എഴുതി, പന്തൽ അഴിച്ചു മാറ്റാം,
പക്ഷേ എന്റെ സ്വപ്നങ്ങൾ അഴിച്ചുമാറ്റാൻ ആർക്കും കഴിയില്ല. ഇന്ന് ഞാൻ തോറ്റുപോയ ഒരു പെണ്ണല്ല, മറിച്ച് സ്വതന്ത്രമായ ആകാശത്തേക്ക് പറക്കാൻ ചിറകുകൾ വീണ്ടെടുത്ത ഒരു പക്ഷിയാണ്. അങ്ങനെ അഞ്ജലി ആ ധീരമായ തീരുമാനമെടുത്തു. പൊട്ടിപ്പോയത് ഒരു വിവാഹ നിശ്ചയമല്ല, മറിച്ച് അവളെ തളച്ചിടാൻ പോയ അദൃശ്യമായ ചങ്ങലകളായിരുന്നു. പന്തൽ അഴിച്ചു മാറ്റുമ്പോൾ അച്ഛന്റെ മുഖത്തെ സങ്കടം അഞ്ജലിയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും തന്റെ ആത്മാഭിമാനത്തെക്കാൾ വലുതല്ല മറ്റൊന്നുമെന്ന് അവൾ തെളിയിച്ചു. പക്ഷെ പ്രവീൺ അടങ്ങിയിരിക്കുമോ? നിശ്ചയം മുടങ്ങിയതിന്റെ പക അവൻ എങ്ങനെ തീർക്കും? ഒറ്റപ്പെടലിന്റെ നാളുകളിൽ അഞ്ജലിക്ക് താങ്ങായി ആര് വരും? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.